കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് രണ്ട് ടൈപ്പിൽ പറഞ്ഞു, രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞതാണ് ഫ്ലൂയിഡ് നേച്ചറുള്ള കൊളോയിഡൽ സൊല്യൂഷൻസിന് പൊതുവെ പറഞ്ഞ പേരാണ് സോൾസ്. ഇനി ആ സോൾസിന്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. സോൾ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്, കൊളോയിഡൽ സിസ്റ്റമാണ്. അതിൽ രണ്ട് ഫേസുകളുണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയ. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ററാക്ഷൻ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വീക്ക് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സോൾസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ interaction between the phases of the system. Okay, between the phases of the system. That means between the dispersed phase and dispersion medium. Dispersed phase and dispersion medium. Okay, dispersed phase and dispersion medium. This class also are classified into two. One, Lyophilic souls. രണ്ടാമത്തെ lyophilic souls. എന്താ ഇതിന്റെ അർത്ഥം? നേരെ നോക്കണം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സ് സ്ട്രോങ് ആണോ അല്ല വീക്ക് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ലയോഫിലിക്, ലയോഫോബിക്. ലയോ മീൻസ് സോൾവെന്റ്, ഫിലിക് മീൻസ് ലവിങ്. Okay, it means this is solvent loving. Solvent loving എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സംഗതി കിട്ടി. ആരാണ് ഡിസ്പേർഷൻ മീഡിയ? ആരാണോ സോളിന് ഡിസ്പേർഷൻ മീഡിയ ആരാണ്? ജനറലി ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ സോൾവെന്റ് അതായത് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണ്. സോൾവെന്റ് ലവിങ് അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന് ലിക്വിഡ് ആകുന്ന ഡിസ്പേർഷൻ മീഡിയത്തിനോട് അഫിനിറ്റി കൂടുതലാണ്, അട്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനിങ്ങനെ പറയാം, ഓ ലിക്വിഡ് അട്രാക്റ്റിംഗ്, ലിക്വിഡ് ലവിങ് ഓർ ലിക്വിഡ് അട്രാക്റ്റിംഗ്. അതേസമയം ഇവിടെയോ ഫോബിയ, പേടി. ഓക്കെ, കേട്ടിട്ടുള്ളതല്ലേ? ഹെയ്റ്റ്. ഓക്കെ, സോൾവെന്റ് എന്തായിട്ടപ്പോ സോൾവെന്റ് ഹേറ്റിംഗ് അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിന് ലിക്വിഡ് ആകുന്ന ഡിസ്പേർഷൻ മീഡിയത്തിനോട് അഫിനിറ്റി കുറവാണ്. ഓക്കെ, ഓർ ലിക്വിഡ് റിപ്പലിംഗ്. അപ്പൊ ഇതിന്റെ പേരിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് കോളങ്ങളിലായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട 4 ഡിഫറൻസുകൾ പറയാം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്, ചെറിയ ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ ലയോഫിലിക്കിനെ കുറിച്ച് പറയാം, ലയോഫിലിക് സോൾസ്. രണ്ടാമത്തെ നമുക്ക് ലയോഫോബിക് സോൾസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഇതിലെ ഒന്നാമത്തെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, there is a great affinity between dispersed phase and dispersion medium. എന്താണ് great affinity between dispersed phase and dispersion medium. Dispersed phase and dispersion medium. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും? ലിറ്റിൽ അഫിനിറ്റി എന്നാണ്. There's a very little affinity.
between എന്താണ് between dispersed phase and dispersion medium. ഇന്ററാക്ഷൻ കുറവാണ്. അടുത്തത് അപ്പൊ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തത് they are very stable. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? they are very stable. അങ്ങനെ പറഞ്ഞാൽ ഒരു സോൾ എടുത്തു കഴിഞ്ഞാൽ കേൾക്കണം, ആ സോളിലേക്ക് കുറച്ച് സാധാരണ രീതിയിൽ ആ സോളിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ, ഒരു സോളിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ, അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത ഇലക്ട്രോലൈറ്റുമായി കമ്പൈൻ ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യും. ആ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് അടുത്ത് വന്നിട്ട് വലിയ വലിയ പാർട്ടിക്കിളായിട്ട് മാറും, കൂടിച്ചേർന്നിട്ട് വലിയ പാർട്ടിക്കിളായിട്ട് മാറും. അത് നമ്മൾ പിന്നീട് പഠിക്കാനുണ്ട്, ഇതേ പാഠത്തിൽ പിന്നീട് ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് ഇലക്ട്രോലൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുമ്പോൾ, അങ്ങനെ സൈസ് കൂടിയിട്ട് 1000 നാനോമീറ്ററിന് മുകളിൽ വന്നാൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടിയത് കൊണ്ട് ഗ്രാവിറ്റിക്ക് അവിടെ ഇഫക്റ്റ് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് പാർട്ടിക്കിൾസ് താഴെ സെഡിമെന്റ് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് അടിഞ്ഞുകൂടും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തല്ല, അത് പിന്നെ കൊളോയിഡൽ സൊല്യൂഷൻ അല്ല, പിന്നെ അത് സസ്പെൻഷനായി എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ഓക്കെ, പക്ഷേ ഈ ലയോഫിലിക് സോൾ ആണെങ്കിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലൊന്നും അതിന്റെ സ്റ്റെബിലിറ്റിക്ക് മാറ്റം വരൂല. ആ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഇഫക്റ്റിനെ അത് ചെറുക്കും, കൊയാഗുലേറ്റ് ചെയ്യാതെ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്ന്. പക്ഷെ ലാർജ് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ പിന്നൊന്നും ചെയ്യാൻ പറ്റൂലാവേ, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതേ സമയം ലയോഫോബിക് ആണ് എങ്കിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? പിന്നെ അതിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് ആ ഡിസ്പേഴ്സ് മീഡിയത്തിന്റെ താഴെ സെഡിമെന്റ് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. സോ ദേ ആർ കോൾഡ് ലെസ് സ്റ്റേബിൾ എന്നാണ്. അവർ സ്റ്റെബിലിറ്റി കുറഞ്ഞവരാണ്, ലെസ് സ്റ്റേബിൾ. ആ പറഞ്ഞതിന്റെ പൊരുൾ ക്ലിയറാണല്ലോ. ഇനി മൂന്നാമത്തത് ഈ ലയോഫിലിക് സോളുകളെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. They can prepare easily. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഡിസ്പേഴ്ഷൻ മീഡിയ എടുത്തിട്ട് അതിലേക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ ആഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അത് കൊളോയിഡൽ സിസ്റ്റമായിട്ട് മാറും. ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതായത് സൊല്യൂട്ടിനെ ഡിസ്പേഴ്ഷൻ മീഡിയം ആകുന്ന സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ സംഗതി കൊളോയിഡൽ സിസ്റ്റമായി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അത് കൊളോയിഡായിട്ട് അവിടെ നിന്നോളും. അതേസമയം അതായത് അത്രയും ഈസിയാണ് ഉണ്ടാക്കാൻ. അതേസമയം ഇങ്ങനെ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താലൊന്നും ലയോഫോബിക് സോൾസിനെ ഉണ്ടാക്കാൻ പറ്റൂല. അവിടെ സ്പെഷ്യൽ മെത്തേഡുകൾ ആവശ്യമായിട്ട് വരും. അത് നമ്മൾ തൊട്ടടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ലയോഫോബിക് സോൾസിനെ ഉണ്ടാക്കുന്നത് എന്ന്. സോ ഇതെന്താ ചെയ്യാൻ പറ്റില്ല, ഈസി പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല. സ്പെഷ്യൽ മെത്തേഡ്സ് ആർ റിക്വയർഡ് എന്നാണ്. Special methods are required for the preparation. ലാസ്റ്റ് വൺ, ഒരുപാട് പറയണ്ടേ, ഇതിലൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് അടുത്ത സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണും. അടുത്തത് they are reversible. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഡിസ്പേഴ്ഷൻ മീഡിയം ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എന്താക്കി അതൊരു കൊളോയിഡൽ സിസ്റ്റം ആയിട്ട് മാറി. ഡിസ്പേഴ്ഷൻ മീഡിയത്തിലേക്ക് ഡിസ്പേഴ്സൽ ഫേസ് ആഡ് ചെയ്തിട്ട് ഒരു കൊളോയിഡൽ സിസ്റ്റം ആക്കിയിട്ട് മാറി.
നിങ്ങൾ അതിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചു. അതിന്റെ ഫലമായിട്ട് ഇതിലുള്ള ലിക്വിഡ് ആകുന്ന ഡിസ്പേർഷൻ മീഡിയം ഇവാപറേറ്റ് ചെയ്ത് പോയി. അപ്പൊ എന്താവും? താഴെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ബാക്കിയാണ് ആയി. അതായത് രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വീണ്ടും ഇപ്പൊ ഈ പാത്രത്തിൽ ബാക്കിയാകുന്ന ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ടല്ലോ, അതിലേക്ക് വീണ്ടും ആ ലിക്വിഡ് ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്യുകയോ വാം ചെയ്യുകയോ ചെയ്താൽ അത് ഉടനെ പഴയ സ്റ്റേറ്റിലേക്ക് വരും. നേരത്തെ എന്തായിരുന്നോ ആ കൊളോയിഡൽ സൊല്യൂഷൻ അതുപോലെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇവാപറേഷൻ വഴി കൊളോയിഡൽ സൊല്യൂഷനിലെ ഡിസ്പേർഷൻ മീഡിയം ഇവാപറേറ്റ് ചെയ്ത് പോയാൽ അതിനെ വീണ്ടും കൊളോയിഡൽ സൊല്യൂഷൻ ആക്കി മാറ്റുന്നത് ബുദ്ധിമുട്ടേ അല്ല. അതേസമയം നിങ്ങളിവിടെ സ്പെഷ്യൽ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാക്കി, ഏത് ലയോഫോബിക് കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാക്കി. അതിനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലെ ഡിസ്പേർഷൻ മീഡിയം പാർട്ടിക്കിൾസ് ഉണ്ടായി, ഡിസ്പേർഷൻ മീഡിയം ഉണ്ടായി, ഇവാപറേറ്റ് ചെയ്ത് പോയി. എന്നിട്ട് നിങ്ങൾ എന്താക്കി? വീണ്ടും അതിനെ അതേ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസ്പേർഷൻ മീഡിയം ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്താൽ അത് ഉണ്ടാകൂല. നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ വീണ്ടും ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ പറയും they are irreversible എന്നാണ്. they are irreversible. So these are the four important differences between lyophilic and lyophobic salts. ഒന്ന് അവരുടെ അഫിനിറ്റികൾ, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇന്ററാക്ഷനിലുള്ള വ്യത്യാസം, സ്റ്റെബിലിറ്റിയിലുള്ള വ്യത്യാസം, പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള വ്യത്യാസം, അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിലുള്ള വ്യത്യാസം. ഇങ്ങനെ 4 എണ്ണമാണുള്ളത്. ഓക്കെ, ഇനി ഇത് നിർത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയട്ടെ. സാധാരണ സോളില് പിന്നെ സോൾസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു. ഇനി ആ ഡിസ്പേർഷൻ മീഡിയം വെള്ളമാണ് എങ്കിൽ ഈ ലയോഫിലിക്കിന് പറഞ്ഞ പേരാണ് ഹൈഡ്രോഫിലിക്. വെള്ളമാണെങ്കിൽ അതിന്റെ പേര് ഹൈഡ്രോഫിലിക്. വെള്ളവുമായിട്ട് അഫിനിറ്റി കൂടുതലാണ് ഡിസ്പേർഷൻ ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസിൽ. ഇവിടെയാണെങ്കിൽ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു, അതായത് വെള്ളവുമായിട്ട് അഫിനിറ്റി കുറവ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? നമുക്ക് ഈ സെക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്, ഇത് എന്താ പറയുക, ലയോഫോബിക് സോൾസ് എങ്ങനെ ഉണ്ടാക്കാം, വാട്ട് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ്, സ്പെഷ്യൽ മെത്തേഡ്സ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ലയോഫോബിക് സോൾസ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.